റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിദ്യാഭ്യാസ ഓഫീസർമാർക്കെതിരെ പ്രധാനാധ്യാപകർ ഇല്ലാത്ത യോഗ്യതാ മാനദണ്ഡത്തിന്റെ പേരിൽ ശമ്പള വർധന തടയുന്നുവെന്നാണ് പരാതി. ആനുകൂല്യം വേണമെങ്കിൽ കേറ്ററ്റ് പാസ് ആയിരിക്കണമെന്ന വാശിയാണ്. ചട്ടപ്രകാരം ഹൈഗ്രേഡ് ആനുകൂല്യങ്ങൾക്ക് കേറ്ററ്റ് ആവശ്യമില്ല എന്നും ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർമാർ മനഃപൂർവ്വം പ്രതിസന്ധി ഉണ്ടാക്കിയാണെന്നും പ്രധാനാധ്യാപകർ പറയുന്നു. തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രധാനാധ്യാപകരുടെ സംഘടന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയത്. ഗോപാൽ ശിലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ പ്രധാനാധ്യാപകർ നൽകുന്ന പ്രധാനപ്പെട്ട പരാതി എന്താണ്? സ്മൃതി, ഈ പ്രധാനാധ്യാപകർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന പരാതി തങ്ങളുടെ ഹയർ ഗ്രേഡ് ശമ്പള ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ ചില വിദ്യാഭ്യാസ ഓഫീസർമാരുടെ പിടിവാശി മൂലം നഷ്ടമാകുന്നു എന്നതാണ്. ഇതിൽ പ്രധാനമായും പ്രധാനാധ്യാപകർക്ക് ഹയർ ഗ്രേഡിലേക്ക്, അതായത് ഒന്നുകിൽ 8 വർഷം സർവീസുള്ള പ്രധാനാധ്യാപകർ അല്ലെങ്കിൽ 28 വർഷം അധ്യാപകരായി ജോലി ചെയ്ത അധ്യാപകർക്ക് ഹയർ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ആനുകൂല്യം നൽകാറുണ്ട്. അത് പോസ്റ്റിൽ മാറ്റം ഉണ്ടാകില്ല, പക്ഷേ ശമ്പള വർധനവ് ഉണ്ടാകും. ആ ശമ്പള വർധനവിന് വേണ്ടിയുള്ള മാനദണ്ഡം ഇല്ലാത്ത യോഗ്യതാ മാനദണ്ഡങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്നു എന്നാണ് ഈ പ്രധാനാധ്യാപകർ പറയുന്നത്. അതായത് ചട്ടപ്രകാരം കേട്ടറ്റ് യോഗ്യത ഇത്തരം പ്രധാനാധ്യാപകർക്ക് വേണ്ടതില്ല. പക്ഷേ തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ചില ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ കേട്ടറ്റ് യോഗ്യതയില്ലാത്ത പ്രധാനാധ്യാപകർക്ക് ഹയർ ഗ്രേഡ് നൽകാൻ സാധിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ 14 ജില്ലകളിൽ 11 ജില്ലകളിലും ഇത്തരത്തിൽ ഹയർ ഗ്രേഡ് മറ്റ് പ്രശ്നങ്ങളില്ലാതെ അനുവദിക്കപ്പെടും. ഈ 3 ജില്ലകളിൽ മാത്രം എന്തുകൊണ്ട് തങ്ങൾ വിവേചനം നേരിടുന്നു എന്ന ചോദ്യമാണ് പ്രധാനാധ്യാപകരുടെ സംഘടനകൾ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നേരിൽ കണ്ട് പ്രധാനാധ്യാപകരുടെ സംഘടന പരാതി നൽകിയിരുന്നു. തങ്ങൾ ഇത്തരത്തിൽ വലിയ അവഗണന നേരിടുന്നു എന്നും പല വിദ്യാഭ്യാസ ഓഫീസർമാർ അവരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെയും പ്രധാനാധ്യാപകരുടെയും ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവും തടഞ്ഞു വെക്കുന്നുവെന്നും അതിൽ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് അവരുടെ ആവശ്യം. ഈ വിഷയത്തിൽ വേണ്ട പരിഗണന ലഭിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് പരാതി നൽകുന്നതിനും അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരു പരസ്യ സമരത്തിലേക്ക്, പൊതുജന സമരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.